നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 18 പുരാണങ്ങളിൽ ഒന്നായാണ് ഗരുഡ പുരാണത്തെ കണക്കാക്കുന്നത്. ഇതിൽ മരണത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് പറയുന്നുമുണ്ട്. മറുവശത്ത് ഇത് ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വശത്ത് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഒരു വശത്ത് മരണത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പക്ഷിരാജാവായ ഗരുഡനും മഹാവിഷ്ണുവും തമ്മിലുള്ള സംഭാഷണം ഗരുഡ പുരാണത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ ഗരുഡൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ ശ്രീഹരി വിശദമായ ഉത്തരവും നൽകുന്നുണ്ട്. അപ്പോൾ ഈ മഹാപുരാണത്തിൻ്റെ അധിപൻ തന്നെ മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത് ജീവിതം ലളിതവും അതുപോലെ വിജയകരവുമാക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഗരുഡ പുരാണം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ്. ഒരു വ്യക്തിയുടെ ചില സ്വഭാവങ്ങളാൽ അവർക്ക് ധനനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്നും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് ആ പ്രവൃത്തിക്ക് കിട്ടുന്ന ഒരു കൂലി എന്ന രീതിയിൽ തന്നെയാണ് ചിലപ്പോൾ ചിലർക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, അതുപോലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതും എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രവൃത്തികൾ ഏതൊക്കെയാണ് ഒരു വ്യക്തിയെ ദരിദ്രനാക്കുന്നതും അല്ലെങ്കിൽ അവന് ഗുണകരമല്ലാത്ത കാര്യങ്ങളിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ദാരിദ്ര്യത്തിലേക്ക് എത്തപ്പെടാൻ വഴിയൊരുക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. അത് ഏതൊക്കെയാണ് ആ പ്രവൃത്തികൾ എന്ന് ഗരുഡ പുരാണത്തിൽ എന്തൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യമായി പറയുന്നത് അനാദരിക്കാൻ പാടില്ല. അതായത് ആദരിക്കണം. ആരെയൊക്കെയാണ് ആദരിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ ആരെ അനാദരിച്ചാലാണ് അത് ദോഷമായി ഭവിക്കുന്നത് എന്നാണ്. ഒരാൾ അമിതമായി ഭക്ഷണം കഴിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്താൽ അവർക്കൊരിക്കലും സമ്പത്തുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ അമിതമായ ദേഷ്യം തന്നെ നമ്മളെ ദോഷത്തിലേക്കും നാശത്തിലേക്കുമാണ് എത്തിക്കുന്നത്. അതുപോലെ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തിയും അമിതമായിട്ടുള്ള ദേഷ്യ പ്രകടനങ്ങൾ ചില ആളുകൾക്കുണ്ട് അമിത ദേഷ്യം. അതായത് എക്സ്ട്രീം ലെവലിലാണ് അവരുടെ ദേഷ്യം. ആ ദേഷ്യവും അമിതമായ ആഹാരത്തിനോടുള്ള ആസക്തിയും ഒക്കെ ആ ഭക്ഷണത്തോടുള്ള ആർത്തിയും ഒക്കെ തന്നെ ദോഷത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തിക്കുമെന്നാണ്. അപ്പോൾ ദരിദ്രർ, സ്ത്രീകൾ എന്നിവരെ അനാദരിച്ചാൽ അത്തരം ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്തുണ്ടാകില്ല. അതായത് ദരിദ്രനായ ഒരാളെ കാണുമ്പോൾ അവന് ചില ആളുകളുണ്ട് ചവിട്ടി അരിക്കാൻ തോന്നുക, എൻ്റെ കയ്യിൽ പണമുണ്ട് അവൻ്റെ കയ്യിൽ അതില്ല, അതിൻ്റെ ഒരു ധാർഷ്ട്യം കാണിക്കുന്ന സ്വഭാവം ചിലവർ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെയും അതുപോലെ തന്നെ സ്ത്രീകളെ ആദരിക്കാൻ പഠിക്കാത്തവർ, അതായത് അമ്മയിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഒരു സ്ത്രീ ആദരിക്കാനായി ഏതൊരു മക്കൾക്കും അമ്മയാണ് മാതാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പ്രവൃത്തികളിൽ നിന്നും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ലോകത്തിലുള്ള ഓരോ വ്യക്തികളും സ്ത്രീകളോട് തന്നെ പരസ്പര ബഹുമാനം വേണം. അതുപോലെ പുരുഷന്മാരായാലും സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് അത് ബഹുമാനിക്കാത്ത പക്ഷം അതും ഒരു വ്യക്തിക്ക് ദാരിദ്ര്യത്തിലേക്കും അത് ദോഷത്തിലേക്കും ഒക്കെ ചെന്നെത്തിക്കുമെന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. നരകത്തിൽ നിന്ന് പോലും അവനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അതായത് സ്ത്രീയെ അനാദരിക്കുകയും അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടി തേക്കുന്ന തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആർക്കും അവർ നരകത്തിലാണ് എത്തുന്നത്. അവിടെ പോലും അവർക്ക് ശാശ്വതമായൊരു സമാധാനം ലഭിക്കാൻ ദൈവം അല്ലെങ്കിൽ ഗരുഡ പുരാണത്തിൽ പറയുന്ന അവർക്ക് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ്. അലസരായിരിക്കുകയും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടും ലക്ഷ്മി ദേവി കോപിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തിക്ക് അലക്ഷ്യമായി ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവർക്ക് സമ്പത്ത് കിട്ടാറില്ല. ജോലി ചെയ്യുന്നവർക്കാണ് സമ്പത്ത് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവർക്കും ലക്ഷ്മി ദേവിയുടെ കോപത്തിനിരയാകും. അപ്പോൾ അത്തരം ആളുകൾക്കും ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും. അതിനാൽ ഒരിക്കലും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ മറ്റുള്ളവരോട് അനാദരവ് കാണിക്കുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. പക്ഷേ ദേഷ്യങ്ങൾ ചില സമയങ്ങളിൽ ദേഷ്യപ്പെടേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളായിട്ടൊന്ന് ശ്രമിക്കണം. ദേഷ്യം പുറത്തേക്ക് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അത് മനുഷ്യന് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. പക്ഷേ ഗരുഡ പുരാണത്തിൽ അതുവരെ ഒരു പാപകരമായ കാര്യം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അനാദരവ് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ആദരവ് കാണിക്കാത്തത് രീതി ഇതൊക്കെ ദോഷത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവ നമ്മൾ കഴിവതും ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുകയും ആരാധനാ മൂർത്തികളെ അപമാനിക്കുകയോ ചെയ്താലും ലക്ഷ്മി ദേവി നമ്മളോട് കോപിക്കും.
മുഷിഞ്ഞ വസ്ത്രം, ഒരുപാട് വസ്ത്രം വാങ്ങിക്കാനുള്ള ധനം കയ്യിലുണ്ട് എന്നല്ല, ആവശ്യത്തിനുള്ള വസ്ത്രം വാങ്ങിക്കാൻ ധനം കയ്യിലുണ്ടെങ്കിൽ പോലും വസ്ത്രം വൃത്തിയായി ധരിക്കാതിരിക്കുകയും മുഷിഞ്ഞ കീറിയ വസ്ത്രം ധരിക്കുന്നവരോടും ആരാധനാമൂർത്തികളെ, ചിലവർക്ക് നിരീശ്വരവാദികളായ ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ ആരാധനാമൂർത്തികളെ അപമാനിക്കുന്ന ഒക്കെ ചെയ്യുന്നവരോടും ലക്ഷ്മി ദേവി കോപിക്കുന്നതാണ്. വൃത്തിയുള്ളതും ആരാധനകൾ നടത്തുന്നതുമായ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പല്ല് തേക്കാത്തവരും വൃത്തികെട്ട ചിന്തകൾ ഉള്ളവരും മനുഷ്യരെ അപമാനിക്കുന്നവരെയും കുറിച്ചും ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. അത് ദോഷകരമായ പ്രവൃത്തിയായിട്ട് തന്നെയാണ് ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നത്. അത്തരക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടതായി വരും. അപ്പോൾ അതിനാൽ എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ശുചിത്വം പാലിക്കുകയും വാക്കുകളിൽ മിതത്വം പാലിക്കുകയും നന്നായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സമ്പത്ത്, ബഹുമാനം, ജോലി മുതലായ കാര്യങ്ങളിൽ വീമ്പിളക്കുന്ന ഒരാൾ തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നുവെന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത്. അതായത് എനിക്ക് അതുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ജോലിയിൽ ഇത്ര ഹൈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് മാസം ഇത്ര അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര സമ്പാദിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന വ്യക്തിയും, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കും അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഗരുഡപുരാണം പരാമർശിക്കുന്നത്. അത്തരം ഒരു വ്യക്തിയുടെ ഭൗതിക ശേഷി ദുർബലമാകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയാണ്. എത്രത്തോളം വലിയ നിലയിലേക്കുമ്പോൾ അത്രത്തോളം നമ്മൾ വിനയവും മിതത്വവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യാത്ത പക്ഷം ദാരിദ്ര്യത്തെ സ്വയം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതുമൂലം അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ തീരുമാനങ്ങൾ തന്നെ അവരെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അത്തരം വ്യക്തികളുടെ സ്വഭാവം കാരണം ലക്ഷ്മി ദേവി ഒരിക്കലും അവരുടെ വീട്ടിൽ വസിക്കുകയോ അവരുടെ പ്രവൃത്തികളിൽ ലക്ഷ്മി ദേവി സന്തുഷ്ടയാവുകയോ ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഗരുഡപുരാണം അനുസരിച്ച് എല്ലാവരോടും മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരിൽ തെറ്റുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിലും ലക്ഷ്മി ദേവി ഒരിക്കലും താമസിക്കാറില്ല. അതായത് നമ്മൾ ചെയ്യുന്നത് മാത്രം ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് എല്ലാം തെറ്റെന്ന നമ്മൾ ചെയ്യുന്നതിൽ ശരി മാത്രം പറയുകയും മറ്റുള്ളവർ ചെയ്യുന്ന ശരിയെ പോലും കാണാതിരിക്കുകയും ചെയ്യുന്ന അത്തരം ഒരു പ്രവൃത്തിയുള്ള ആളുകൾ വസിക്കുന്ന ഭവനത്തിലും ലക്ഷ്മി ദേവി വസിക്കുകയില്ല. അത്തരക്കാർക്ക് പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരും ദേഷ്യക്കാരുമായ ആളുകളിലും ദാരിദ്ര്യത്തിലേക്ക് ഉള്ള വഴി അവർ തന്നെ തുറക്കുകയാണ്. അവരുടെ കുഴി അവർ തന്നെ തോണ്ടുക എന്ന് പറയാറില്ലേ, ആ പ്രവൃത്തി തന്നെയാണ് അവർ സ്വയം ചെയ്യുന്നത്. അതുകൊണ്ട് ആരോടും മോശമായി സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതിരിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറെ ഗുണകരമായ, നമ്മളാൽ ചെയ്യപ്പെടാൻ പറ്റുന്ന പ്രവൃത്തി. അതുപോലെ തന്നെ സൂര്യോദയം കഴിഞ്ഞും ഏറെ നേരം ഉറങ്ങുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരിക്കലും ലഭിക്കുകയില്ല. അതായത് ചില സമയങ്ങളിൽ താമസിച്ച് ഉറങ്ങുന്നവർക്ക് സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലേറ്റായൊക്കെ എണീക്കേണ്ടി വരും. എങ്കിൽ പോലും ഗരുഡപുരാണം അത് പരാമർശിക്കുന്നത് സൂര്യോദയത്തിന് ശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടും എണീക്കാതെ ഒരു സുഖം പറ്റിയും കിടക്കാറില്ല, അങ്ങനെയുള്ളത് ഒരു ഭാവിയിൽ ദാരിദ്ര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ദോഷത്തിൽ ലക്ഷ്മി ദേവിയുടെ കൃപ ലഭിക്കാതിരിക്കുന്നതിനുള്ള ഒരു തെറ്റാണ് ആ ചെയ്യുന്നത്. അതുകൊണ്ട് മതഗ്രന്ഥങ്ങളിലും ഗരുഡപുരാണത്തിലും അതിരാവിലെ എഴുന്നേൽക്കാനാണ് പറയുന്നത്. രാവിലെ വൈകി എഴുന്നേൽക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ കോപം നേരിടേണ്ടി വരികയും അവരെ ദാരിദ്ര്യം പിടികൂടുകയും അവരുടെ ജീവിതം തന്നെ ദാരിദ്ര്യത്തിലായി ഇരുട്ടിലായി മാറുകയും ചെയ്യുമെന്നാണ് ഗരുഡപുരാണം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എത്രത്തോളം നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടോ അത്രത്തോളം വിനയം പാലിക്കേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് സമ്പത്ത് അത് ഇന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ അത് നാളെ വേറൊരാളുടെ കയ്യിലായിരിക്കും. പ്രവൃത്തിയുടെ ഫലം പോലെ ഇരിക്കും സമ്പത്ത് എന്നും നമ്മളിൽ തന്നെ ഇരിക്കണമെങ്കിൽ. അപ്പോൾ സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇത്തരക്കാരുടെ ഭൗതിക ശേഷി അല്ലെങ്കിൽ ഭൗതിക ബുദ്ധി ദുർബലമാകുകയും അവർ തങ്ങളുടെ പണം ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ചെലവഴിക്കുകയും ചെയ്യാനുള്ള തരത്തിലേക്ക് ലക്ഷ്മി ദേവി എത്തിക്കും. അപ്പോൾ സമ്പത്തിന്റെ കാര്യം പറഞ്ഞ് അഹങ്കരിക്കുന്ന വ്യക്തി ആ ബുദ്ധി എത്രത്തോളം അവൻ പറ്റുന്ന രീതിയിൽ ആരായാലും അത് വിനിയോഗിച്ചത് കൊണ്ടാണ് സാമ്പത്തികമായി ആ നിലയിലെത്താൻ പറ്റിയത്. പക്ഷേ ലക്ഷ്മി ദേവി പണത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിക്കുന്ന ഒരാളുടെ ബുദ്ധിയാണ് നഷ്ടമാക്കുന്നത്. ആ ബുദ്ധി നഷ്ടപ്പെട്ടാൽ അവന് സാമ്പത്തികമായി അവൻ ചെയ്യുന്ന മൊത്തവും എന്ത് ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ എന്തിനും പണം ഇൻവെസ്റ്റ് ചെയ്താലും ആ ലോസായി പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കുകയും സമ്പത്തിനെ പറ്റി വീമ്പിളക്കുന്നവരുടെ വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കാറില്ല. അപ്പോൾ എത്രത്തോളം സമ്പത്ത് ലക്ഷ്മി ദേവി നമ്മൾക്ക് തരുമ്പോൾ ദേവി പരീക്ഷിക്കുകയാണ് ഞാൻ ആ കൊടുത്ത സമ്പത്തിനെ വിനിയോഗിക്കാൻ യോഗ്യതയുള്ളവനാണോ അല്ലെങ്കിൽ അതിന് വിനിയോഗിക്കാനുള്ള ആ ഒരു പ്രാപ്തനാണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ആ സമ്പത്തിനെ പറ്റി വീമ്പിളക്കിക്കൊണ്ട് നടന്നാൽ അത് ഇല്ലാതാക്കാനും ലക്ഷ്മി ദേവിക്ക് പറ്റും, അത് തരാനും ലക്ഷ്മി ദേവിക്ക് പറ്റും. അപ്പോൾ ഈ പ്രവർത്തികൾ ഗരുഡപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രവർത്തികൾ ആരും ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്.
നമ്മളാൽ എന്തെങ്കിലും തെറ്റ് ചെയ്യപ്പെട്ടു, അതിൻ്റെ ഫലമായിട്ടാണോ നമ്മൾ ഈ അനുഭവിക്കുന്നതെന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഏവരും അവരുടെ പ്രവൃത്തികൾ നമ്മളാൽ ചെയ്യപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളാൽ തിരുത്താൻ പറ്റുന്ന പ്രവൃത്തികൾ ഒന്ന് തിരുത്തി ഏത് മനുഷ്യരും മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.